ഹലോ ഗൈസ്. അപ്പം സൈപ്രസിൽ നിന്നിട്ട് ഇപ്പോൾ ഞാൻ 3-4 മാസമായി. ഇമിഗ്രേഷനും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പക്ഷെ എന്നാലും ഇവിടെ ജോലി ഉണ്ടോ? എല്ലാവരും തന്നെ എന്നോട് ചോദിക്കുന്നത് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ സൈപ്രസിൽ വന്നേ പിന്നെ. പക്ഷേ സത്യാവസ്ഥ പറയുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സൈപ്രസിൽ വന്നു കഴിഞ്ഞാൽ 6 മാസം പലയിടത്തും പലതാ പറയുന്നത്. ചിലയിടത്ത് അവർ പറയുന്നു കഴിഞ്ഞ ഡിസംബർ മാസം ലൈക്ക് 2024 ഡിസംബറിന് ശേഷം വന്ന സ്റ്റുഡൻസിന് ജോലി തരില്ല. ചിലവർ പറയുന്നു 6 മാസം നിൽക്കണം. പിന്നെ ചിലവർ പറയുന്നു പിൻ കാർഡ് വേണം. അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയസ് ആണ് പല സ്ഥലത്തും. ഞാൻ പറഞ്ഞില്ലേ പല സ്ഥലത്തും പല ക്രൈറ്റീരിയാസ് ആണ്. ഓക്കെ. അപ്പം ഇപ്പം നാട്ടിൽ നിന്ന് വലിയ കാര്യത്തിൽ ചാടി പോരുന്നവർക്ക് ചിലപ്പം വളരെ ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടും. അപ്പം അത്യാവശ്യം നല്ല പേയ്മെൻ്റ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ മിക്ക ആൾക്കാരും ചെയ്യുന്നൊരു മെയിൻ പരിപാടി എന്ന് പറയുന്നത് കൺസ്ട്രക്ഷനാണ്. അതിനിപ്പോൾ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ മെയിനായിട്ട് കുറേ പഞ്ചാബികൾ, പിന്നെ പോലെ ബാക്കി ഇന്ത്യയിൽ നിന്ന് വരുന്ന മിക്ക ആൾക്കാരും ഇങ്ങനെ കുറേ കൺസ്ട്രക്ഷനും കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇതിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ടാനൊന്നും വലിയ സീനില്ലെങ്കിൽ പണിയെടുക്കാൻ റെഡി ആണെങ്കിൽ പിന്നെ നല്ല രീതിക്ക് പൊടിയും കാര്യങ്ങളൊക്കെ അടിക്കും. ഓക്കെ. വേറെ ബാക്കിയുള്ള ജോലികളെന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടുക. പിന്നെ മെയിനായിട്ട് ഓടുന്നത് ഡെലിവറിക്കാണ്. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ചിലവർ ഡെലിവറി ചെയ്യും സ്വന്തമായിട്ടോ, അല്ലെങ്കിൽ അടുത്തുള്ള ആരെയിലൊക്കെ ഡെലിവറി ഐഡിയ എടുത്തിട്ട് അങ്ങനെ ഡെലിവറി ചെയ്യുന്ന പലരെ എനിക്കറിയാവുന്നത് പേഴ്സണലി. സോ ഡെലിവറി ഒരു ഓപ്ഷനാണ്. ബട്ട് അല്ലാണ്ട് ഇതിപ്പം നിങ്ങൾ ലൈക്ക് ഇപ്പോൾ ഒരു ഷോപ്പിൽ നിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഷോപ്പിൽ നിൽക്കാനായിട്ടൊക്കെ നോക്കുവാണെങ്കിൽ കുറച്ച് റെയർ ആയിരിക്കും. പിന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ഞാൻ പഠിക്കുന്ന യൂക്രൈൻ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് വർക്ക് ലെറ്റർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് 6 മാസം കഴിഞ്ഞാൽ ഒരു വർക്ക് ലെറ്റർ പ്രൊവൈഡ് ചെയ്യുന്നു. ആ വർക്ക് ലെറ്റർ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഷോപ്പുകളിലൊക്കെ കൊടുക്കുമ്പോൾ അവർ കുറച്ചുകൂടി ലീനിയൻസി കാണിക്കും, ലൈക്ക് ജോബിലേക്ക് എടുക്കാൻ വേണ്ടി. പിന്നെ കുറേയൊക്കെ നമ്മുടെ കഴിവുപോലെ ഇരിക്കും. ചിലവർക്ക് വേഗം പാർട്ട് ടൈമൊക്കെ സെറ്റാകും, ചിലവർക്ക് പാർട്ട് ടൈമേ കിട്ടത്തില്ല മാസങ്ങളോളം. അപ്പം അങ്ങനെയുണ്ട്. അതൊക്കെ കുറേയൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. പക്ഷേ മെയിനായിട്ട് നമ്മുടെ ഇമിഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഇമിഗ്രേഷൻ എന്ന് പറയുമ്പം യെല്ലോ സ്ലിപ്പ്, ഒരു യെല്ലോ കളറിലൊരു പേജ് കിട്ടും. അതാണ് ഇവിടെ മെയിനായിട്ടുള്ളൊരു സംഭവം. അപ്പം വന്നപാടെ ജോലി അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുക വേണ്ട. സൈപ്രസ് എന്നുള്ളൊരു കൺട്രിയിലെ സത്യാവസ്ഥയാണ്. വർക്ക് റിലേറ്റഡ് പ്രോബ്ലംസ് ഒത്തിരി ഉണ്ട് ഇപ്പോൾ. പിന്നെ എനിക്ക് തോന്നുന്നു ഷെങ്കനാവാനുള്ള പ്ലാൻസിലൊക്കെയാണ്. സോ അതിൻ്റേതായ കുറേ വ്യത്യാസങ്ങളിപ്പോൾ വരുന്നുണ്ട് നല്ല രീതിക്ക്. അപ്പോൾ വരുന്ന സ്റ്റുഡൻസിന് അത്യാവശ്യം ബുദ്ധിമുട്ടുകളൊക്കെ ആവാം. അപ്പം കറൻ്റ്ലി ഇപ്പം സിറ്റുവേഷൻ കുറച്ച് മോശമാണ്. ഇപ്പോൾ പേഴ്സണലി ഞാനും ജോലിയൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ് വീട്ടിൽ തന്നെ. ഇനിയിപ്പോൾ വിൻ്ററാണ് വരുന്നത്. സോ വിൻ്ററാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വേറെ ജോലിയും കാര്യങ്ങളൊന്നും കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. അതുകൂടാതെ തണുപ്പ് ടൈമാകുമ്പോൾ നമുക്ക് ഡെലിവറി ഓടാനും ലൈക്ക് സീരിയസ്ലി നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വഴിയെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വരാൻ നിൽക്കുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി സൈപ്രസിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർ അവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, ബൈ.